നമസ്കാരം, ഞാൻ അമ്മു ഓസിയപ്പച്ചൻ, സദർ അക്കാഡമി ഫോർ നാട്യ ആൻഡ് ഡാഗയുടെ ആർട്ടിസ്റ്റിക് ഡയറക്ടർ. നമ്മളുടെ കുട്ടികളെ ഡാൻസ് പഠിപ്പിക്കാനായിട്ട് ഒരു ഡാൻസ് അക്കാഡമിയിൽ കൊണ്ടുവന്നാക്കും. ചില അക്കാഡമികളിൽ നമ്മൾ ഫേസ് ചെയ്യുന്ന ഒരു പ്രോബ്ലമാണ് അവിടുത്തെ ചില സീനിയർ അസിസ്റ്റന്റ് ടീച്ചേഴ്സ് ഉണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ നൃത്തം പഠിപ്പിക്കുന്ന അധ്യാപകരുടെ പേരും അവരുടെ പ്രവർത്തനങ്ങളും അവർ ചെയ്ത പ്രോഗ്രാമും കണ്ടിട്ടാണ് നമ്മൾ ആ ഒരു ടീച്ചറിനെ കണ്ടിട്ടാണ് നമ്മളുടെ കുട്ടികളെ ചില ഡാൻസ് അക്കാഡമിയിൽ കൊണ്ടുപോയി ജോയിൻ ചെയ്യിപ്പിക്കുന്നത്. പക്ഷെ അവിടെ ചെല്ലുമ്പോൾ അവിടുത്തെ ഭരണം ഏറ്റെടുത്തേണ്ട ആരായിരിക്കും? ചില അസിസ്റ്റൻസ് ടീച്ചേഴ്സ് ഉണ്ട് ചില അക്കാഡമികളിൽ. ഇവരെയും കൊണ്ടുള്ള ഒരു ബുദ്ധിമുട്ട് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ശരിക്കും പറയുമ്പോൾ ടീച്ചർമാര് വളരെ പാവങ്ങളായിരിക്കും. അവരോട് കാര്യത്തോട് അടുത്ത് ചെല്ലുമ്പോൾ അവരോട് സംസാരിക്കുമ്പോൾ അവർ വളരെ സിമ്പിൾ ആയിരിക്കും. പക്ഷെ അതിനും വേണ്ടി ഈ അസിസ്റ്റൻസ് ഉണ്ട്. ഒരുപക്ഷെ നമ്മൾ എന്താണ് പറയുന്നത് എന്ന് പോലും കേൾക്കാനുള്ള സമയമോ സൗകര്യമോ ഈ പറയുന്ന അസിസ്റ്റന്റ് ടീച്ചേഴ്സിന് ഉണ്ടാവില്ല. ശരിക്കും ഈ അസിസ്റ്റന്റ് ടീച്ചേഴ്സ് എന്ന് പറയുമ്പോൾ ആരാണ്? അവരാരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കുറെ വർഷങ്ങളായിട്ട് ഈ ടീച്ചറിന്റെ കൂടെ ടീച്ചറിന്റെ അടുത്ത് ഡാൻസ് പഠിക്കുന്ന സ്റ്റുഡൻസ് ആണ്. അവര് കുറെ വർഷങ്ങൾ കൊണ്ട് പഠിക്കുമ്പോൾ ഏതൊരു ടീച്ചറിനായാലും ഒരു അടുപ്പ കൂടുതൽ തോന്നും. അവരോട് കുറേയേറെ കാര്യങ്ങൾ നമ്മൾ സംസാരിക്കും. അപ്പോൾ ഈ കുട്ടികൾക്ക് കുട്ടികൾ തന്നെയാണ്, ഈ അസിസ്റ്റൻസ് എന്ന് പറയുന്നവർ കുട്ടികൾ തന്നെയാണ്. ഇവർക്കൊരു പ്രശ്നമുള്ളത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവരുടെ ഒരു ധാരണ അങ്ങനെ വന്നു കഴിയുമ്പോൾ ഈ ടീച്ചർമാര് അധികവും ഇത്രയും വർഷങ്ങളായ ഒരു സ്റ്റുഡന്റ് ആയതുകൊണ്ട് അവർക്ക് പെട്ടെന്ന് കാര്യങ്ങൾ പറഞ്ഞാൽ ഈ ടീച്ചറിന്റെ രീതികളൊക്കെ മനസ്സിലാകുന്ന ഒരാളായിരിക്കും. അപ്പോൾ അവരെ ആയിരിക്കും ചിലപ്പോൾ കുറേ കാര്യങ്ങൾ പറഞ്ഞു ഏൽപ്പിക്കുന്ന. ഒരു പ്രോഗ്രാം ഒക്കെ വരുമ്പോൾ ഡാൻസ് ടീച്ചേഴ്സ് വേണമല്ലോ കുറേ കാര്യങ്ങൾ മാനേജ് ചെയ്യാനായിട്ട്. അപ്പോൾ ആ സമയത്ത് ചിലപ്പോൾ ഫോൺ കോളുകളെല്ലാം അറ്റൻഡ് ചെയ്യാൻ പറ്റില്ല. അങ്ങനെ കുറേയേറെ ബുദ്ധിമുട്ടുകൾ വരുമ്പോൾ നമ്മൾ ഈ കുട്ടികളോട് പറയും, നിങ്ങൾ ആ ഫോൺ കോൾ അറ്റൻഡ് ചെയ്യണം കേട്ടോ, അല്ലെ പാരന്റ്സ് ആരെങ്കിലും വന്നാൽ നിങ്ങൾ കാര്യങ്ങൾ എന്താണെന്ന് വെച്ചാൽ സംസാരിക്കണം കേട്ടോ, അതെന്താന്ന് വെച്ചാൽ എന്നെ ഇൻഫോം ചെയ്യണം കേട്ടോ, ഇങ്ങനെ കുറേ കാര്യങ്ങൾ ഏൽപ്പിക്കും. പക്ഷെ ഈ കുട്ടികളുടെ ഒരു പ്രശ്നമാണ് ഇവരുടെ ധാരണ ഈ മൊത്തം അക്കാഡമി ഇവരുടെ തലേക്കോടെയാണ് ഓടുന്നത് എന്നൊരു തെറ്റിദ്ധാരണ തോന്നും. അവര് കുട്ടികളല്ലേ, പക്വത കുറവല്ലേ. ആ പക്വത കുറവ് കൊണ്ട് തന്നെ ഇവരെന്ത് ചെയ്യും? ഇവരങ്ങ് ഭയങ്കര ഹെഡ് വെയിറ്റും ഈ ഭരണം മൊത്തം അവരങ്ങോട്ട് ഏറ്റെടുത്തതിന്റെ ഒരു ജാടയും ഒക്കെ ആയിട്ട് കുറെ കുട്ടികളെയും ഇവര് ചാടിക്കും. പാരന്റ്സ് ആരെങ്കിലും വന്ന് എന്തെങ്കിലും കാര്യം പറഞ്ഞാൽ അവരെയും ചാടിക്കും. ഇത് കണ്ട് കുറെ പേര് ഡാൻസ് നിർത്തുന്നവരും ഉണ്ട്. കുട്ടികൾ ഈ അസിസ്റ്റൻസിനെ പേടിച്ച് നിർത്തുന്നവരും ഉണ്ട്. പാരന്റ്സ് ചേർത്ത് ഇവരോട് എന്ത് പറയും, ഇത് എന്ത് പറഞ്ഞ് നേടും എന്ന് അറിയാണ്ട് അങ്ങനെയും നിർത്തുന്ന കുറെ ആൾക്കാരുണ്ട്. അപ്പോൾ എനിക്ക് പറയാനുള്ളത്, ഈ ടീച്ചേഴ്സ്, ഈ അസിസ്റ്റൻസ് എന്ന് പറയുന്ന ഈ ഗ്രൂപ്പുകാർ ഈ കുട്ടികളുടെ പ്രായത്തിനെ മാനിച്ച് അവരുടെ ഒരു പ്രായത്തിന്റെ പക്വത കുറവ് കൊണ്ടാണ് ഇങ്ങനെയൊക്കെ പെരുമാറുന്നത് എന്ന് നമ്മൾ എല്ലാവരും ഒന്ന് മനസ്സിലാക്കണം. പറ്റുമെങ്കിൽ നിങ്ങൾ കാര്യങ്ങൾ ഒരു ഡാൻസ് അക്കാഡമിയിൽ പോയി അവിടുത്തെ കാര്യങ്ങൾ നിങ്ങൾ പാരന്റ്സ് ആ ടീച്ചറിനോട് ഡയറക്റ്റ് സംസാരിക്കാനായിട്ടൊന്ന് ശ്രദ്ധിക്കണം. അവർക്ക് ഈ പറയുന്ന ഒരു ജാട ഉണ്ടാവില്ല. എല്ലാ ഡാൻസ് ടീച്ചേഴ്സും കലാകാരന്മാരല്ലേ, വളരെ എളിമയുള്ള ആൾക്കാർ തന്നെയാണ് കലാകാരന്മാർ എന്ന് പറയുന്നത്. വിനയം ഉള്ളവർക്ക് മാത്രമാണ് ഒരു നല്ലൊരു ആർട്ടിസ്റ്റ് ആയിട്ട് ഇരിക്കാൻ പറ്റുള്ളൂ. അപ്പം നല്ല കലാകാരന്മാർ നല്ല എളിമയുള്ളവർ തന്നെയാണ്. നിങ്ങൾക്ക് ധൈര്യമായിട്ടും പോയി കാര്യങ്ങൾ സംസാരിക്കാൻ പറ്റുന്നവരുമാണ്. പക്ഷേ എന്താണ് പ്രോബ്ലം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ മീഡിയേറ്റേഴ്സ് ആണ്, ഈ അസിസ്റ്റന്റ് ടീച്ചേഴ്സ് ആണ് പ്രോബ്ലം. അപ്പൊ അതുകൊണ്ട് തന്നെ എനിക്ക് പറയാനുള്ളത്, നമ്മളുടെ കുട്ടികളെ ഡാൻസ് പഠിപ്പിക്കാനായിട്ട് വിടുമ്പോ അവിടുത്തെ ടീച്ചറിനോട് ഡയറക്റ്റ് കാര്യങ്ങൾ സംസാരിക്കാൻ നിങ്ങൾ ശ്രദ്ധിക്കുക. ഇനി ഇങ്ങനെ എന്തെങ്കിലും ഒരു കൺഫ്യൂഷൻ ഈ അസിസ്റ്റൻസിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായാൽ നിങ്ങളത് അതിന്റെ അതോറിറ്റീനെ, അതിന്റെ ഹെഡിനെ ഇൻഫോം ചെയ്യാനായിട്ട് ഒന്ന് ശ്രദ്ധിക്കുക. അങ്ങനെ വരുമ്പോൾ ഈ ഡാൻസ് ടീച്ചേഴ്സ് തന്നെ അവരുടെ അസിസ്റ്റന്റ് സ്റ്റുഡൻസിനോട് കാര്യങ്ങൾ സംസാരിക്കും. നിങ്ങൾ ഇങ്ങനെ ആവരുത്, കുറച്ച് സംസ്കാരപൂർവ്വം പെരുമാറേണ്ട ആൾക്കാരാണ് ആർട്ടിസ്റ്റുകൾ എന്നാണ് ആദ്യമേ ഞങ്ങൾ ഡാൻസ് ടീച്ചേഴ്സ് എല്ലാവരും തന്നെ ഞങ്ങളുടെ കുട്ടികളെ പഠിപ്പിക്കാനുള്ള കാര്യം. അപ്പൊ അത് നമ്മൾ പറഞ്ഞു കൊടുക്കുക തന്നെ ചെയ്യും. നിങ്ങൾ ഇങ്ങനെയല്ല പറയേണ്ടത്, ഇങ്ങനൊരു കൺഫ്യൂഷൻ ഉണ്ടായി എന്ന് കാര്യങ്ങൾ മര്യാദയ്ക്ക് നമ്മൾ കാര്യങ്ങൾ എല്ലാവരോടും അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കും. അപ്പൊ അതുകൊണ്ട് തന്നെ അസിസ്റ്റന്റ് ടീച്ചേഴ്സിന്റെ തലക്കനം മൂത്ത ആൾക്കാരുടെ തലക്കനം കണ്ട്, അസിസ്റ്റന്റ് ടീച്ചേഴ്സിന്റെ തലക്കനം കണ്ട് നിങ്ങൾ ഡാൻസ് ക്ലാസ്സിലേക്ക് പോകാൻ പേടിക്കണ്ട, ഡാൻസ് ടീച്ചേഴ്സിനോട് സംസാരിക്കാൻ പേടിക്കണ്ട. ഡയറക്റ്റ് ആയിട്ട് നിങ്ങൾ കാര്യങ്ങൾ സംസാരിക്കൂ. നമുക്ക് എല്ലാ കാര്യത്തിനും ഒരു പ്രശ്നപരിഹാരം ഉണ്ടാവും. എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് നന്നായി തന്നെ മുന്നോട്ട് പോകും. ഇല്ലെങ്കിൽ കുറേയേറെ കൺഫ്യൂഷൻസ് വന്ന് ഒരു കാരണവും ഇല്ലാണ്ട് ഡാൻസ് നിർത്തേണ്ട ഒരു ഗതികേട് വരും. അപ്പൊ അതുകൊണ്ട് തന്നെ നേരിട്ട് നിങ്ങളുടെ കുട്ടികളെ പഠിപ്പിക്കുന്നത് ആരാണോ ആ ആളോട് സംസാരിക്കൂ.
നിങ്ങൾ കാര്യങ്ങൾ ഡയറക്റ്റ് ഡീൽ ചെയ്യൂ എന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.